യെസ്, ഈ സ്വർണ്ണക്കൊള്ള വിവാദമൊക്കെ കത്തി നിൽക്കുമ്പോൾ ഇടയ്ക്ക് വലിയ വിവാദമായത് ഫോട്ടോകളായിരുന്നു. കൃഷ്ണൻ പോറ്റിയുമായുള്ള ഫോട്ടോ അല്ലേ? അതായത് വലിയ പ്രതിരോധത്തിൽ CPM-ഉം LDF-ഉം നിൽക്കുമ്പോൾ അവർക്ക് കയ്യിൽ കിട്ടിയ വലിയൊരു ആയുധമായിരുന്നു സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനും നിൽക്കുന്നു. പക്ഷെ അപ്പൊ അവർ അതിനെ നേരിട്ടത് എങ്ങനെയാണ്? പിണറായി വിജയൻ കൗണ്ടർ ഫോട്ടോ ഇപ്പുറത്തിറക്കി മുഖ്യമന്ത്രിക്കൊപ്പം ഉള്ളൊരു ഫോട്ടോ. അപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോ റിയൽ അല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതെ, അപ്പോൾ അത് പോസ്റ്റ് ചെയ്തതിൽ നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് സുബ്രഹ്മണ്യനെതിരെയാണ് ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, ഇപ്പോൾ ഈ ഒരു ഫോട്ടോ അത് പലയിടങ്ങളിലായിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്തതിനെതിരെയാണ് ഇപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന വ്യക്തിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ കലാപാഹ്വാനം എവിടെയാണ് നിലനിൽക്കുക? അതായത് കഴിഞ്ഞ ദിവസമാണ് N. സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. ഇതിന് ക്യാപ്ഷനായി നൽകിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ അഗാധമായ ബന്ധത്തിന് പിന്നിൽ എന്ത് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചു കൊണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ സംഭവത്തിൽ പോലീസ് സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകമായി FIR-ൽ പറയുന്ന കാര്യം, രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പോസ്റ്റാണ് ഇത്. ഇതിന് പിന്നിൽ കലാപാഹനത്തിന് ശ്രമമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നിലവിൽ ഇപ്പോൾ ചേവായൂർ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും N. സുബ്രഹ്മണ്യൻ ഈ സംഭവത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ്, KPCC-യുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണമൊന്നും തന്നെ വന്നിട്ടില്ല. ഏതായാലും കോൺഗ്രസും ജില്ലാ നേതൃത്വവും ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അവരുടെ പ്രതികരണം അടുത്ത മണിക്കൂറിൽ ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും N. സുബ്രഹ്മണ്യനെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും കലാപഹനത്തിനൊന്നും തന്നെ ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അടുത്ത മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും.